ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കരിക്കിൻ്റെ പുതിയ സീരീസ് ആയിട്ടുള്ള പൊരുളിൻ്റെ ആദ്യത്തെ 3 എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ 3 എപ്പിസോഡുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. കൂടാതെ ഈ വീഡിയോയിലൂടെ ഇനി വരാൻ പോകുന്ന കഥയുടെ ചില കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലർ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോയിലർ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. രവി ആ നാട്ടിൽ വന്നതിന് ശേഷം അഗസ്റ്റിൻ എന്ന പഴയ പോലീസുകാരനെ കാണുകയും അയാളിൽ നിന്നാണ് തോമയുടെ കാര്യങ്ങളെല്ലാം അറിയാൻ ശ്രമിക്കുന്നത്. ആ സമയം അയാൾ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ പഴയ പത്രക്കുറിപ്പുകളും മറ്റും ഓടിച്ച് കാണിച്ചു പോകുന്നുണ്ട്. പിന്നീട് രണ്ടാമത്തെ എപ്പിസോഡിൽ ജോമോൻ രവിയോട് ക്ലീറ്റസ് എന്ന പഴയ ഒരു ഓഫീസറിന്റെ കാര്യവും പറയുന്നുണ്ട്. ഈ ഓഫീസർ രവിയുടെ അച്ഛനെ പറ്റിയും മറ്റും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും രവിയുടെ അച്ഛൻ കേസ് ഒതുക്കാനും മറ്റും കൈക്കൂലി വാങ്ങിയെന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ പറയുന്ന ഇതേ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഒന്നാമത്തെ എപ്പിസോഡിൽ അഗസ്റ്റിൻ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ പത്രക്കുറിപ്പുകളുടെ ഇടയിൽ വെച്ച് തന്നെ കാണിച്ചിരുന്നു. അവിടെ ഒരു ഭാഗത്തായി പോലീസ് ഉദ്യോഗസ്ഥന് മാനസാന്തരമെന്നും ക്ലീറ്റസ് ചെറിയാൻ എന്ന ഉദ്യോഗസ്ഥനാണ് വിവാദ പരാമർശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ അടങ്ങുന്ന ഒരു പേജ് പെട്ടെന്ന് കാണിച്ചു പോയിട്ടുണ്ട്. ഈ ഒന്നാമത്തെ എപ്പിസോഡിൽ തന്നെ രവിയോട് അഗസ്റ്റിൻ അന്നുണ്ടായിരുന്ന സർക്കസുകാരെ പറ്റി പറയുകയും കൂടാതെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ പകുതി എടുക്കുമ്പോൾ ഈ സർക്കസുകാരെ തേടി മേരി പുറകെ പോയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. സോ ഈ രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഒരു വണ്ടി പോകുന്നതായും അവ്യക്തമായ ഒരു അനൗൺസ്മെന്റ് കേൾപ്പിക്കുന്നതായും ആ വണ്ടിയുടെ കണ്ണാടിയിലൂടെ ദൂരത്ത് നിന്ന് ആ വണ്ടിയുടെ പുറകെ ഒരു സ്ത്രീ ഓടുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്നെല്ലാം അത് ആ സർക്കസുകാരുടെ വണ്ടിയായിരുന്നുവെന്നും അന്ന് ആ വണ്ടിയിൽ പോകുന്നവരുടെ പുറകെ മേരി ഓടുന്നതാണെന്നും മനസ്സിലാക്കാം. രണ്ടാമത്തെ എപ്പിസോഡിൽ ജോമോൻ രവിക്ക് ലിഫ്റ്റ് കൊടുക്കാൻ നോക്കുകയും അപ്പോൾ രവി അത് വേണ്ട എന്ന് പറയുകയും പിന്നീട് രവി താൻ ദിവസേന 4-5 കിലോമീറ്റർ നടക്കാറുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യം ഡീറ്റെയിൽ ചെയ്യുന്ന വിധമാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ രവി അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ ഒരാൾ വണ്ടിയിൽ വന്നുകൊണ്ട് ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറയുകയും രവി വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നത്. കാരണം രവി ദിവസേന 4-5 കിലോമീറ്റർ നടക്കുന്ന വ്യക്തിയായതുകൊണ്ട് അത് അയാൾക്കത്ര പ്രശ്നമല്ല എന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ രവിയുടെ അച്ഛൻ്റെ ക്യാരക്ടറും നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് രവി അച്ഛൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയം അത് സാമ്പത്തികമായി അധികം മെച്ചപ്പെടാത്ത രീതിയിലുള്ള ഒരു വീടാണെന്നാണ് കാണിക്കുന്നത്. കൂടാതെ ഇതേ രവിയുടെ അച്ഛൻ തന്നെ ഹാജിയാരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്നും കൂടാതെ അഗസ്റ്റിൻ എന്ന പോലീസുകാരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. സോ ഇതുകൊണ്ടെല്ലാം തന്നെ രവിയുടെ അച്ഛൻ കൈക്കൂലിയൊന്നും വാങ്ങുന്ന ആളല്ലായിരുന്നു, അഴിമതിയൊന്നും കാണിച്ചിട്ടില്ല, അധികമൊന്നും സമ്പാദിച്ചിട്ടില്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന ആളാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ എപ്പിസോഡിൽ വെച്ച് ദിവാകരൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ രവിയും ആനിയും പോകുന്നുണ്ട്. ഈ ദിവാകരൻ എന്ന വ്യക്തി പഴയ ട്യൂഷൻ അധ്യാപകനായിരുന്നുവെന്നും ഇപ്പോഴും കുട്ടികളെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. സോ ഈ കാര്യം ഡീറ്റെയിൽ ചെയ്യുന്ന വിധം രവിയും ആനയും അയാളുടെ വീട്ടിലെത്തുന്ന സീനിൽ അവിടെ ബോർഡിലായി ട്യൂഷൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതിയിട്ടിരിക്കുന്നതായും കൂടാതെ കുട്ടികളെ പഠിപ്പിക്കാനും മറ്റുമുള്ള ബുക്കുകൾ മേശയിൽ ഇട്ടിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. പിന്നീട് രവി ഒരു സ്റ്റുഡിയോയിൽ എത്തുന്ന സമയം അവിടെയുള്ളയാൾ 10-27 വർഷം മുന്നേ അയാൾ എടുത്തിട്ടുള്ള ഫോട്ടോകളും മറ്റും കാണിച്ചിട്ടുണ്ട്. സോ ആ സമയം ആ സ്റ്റുഡിയോയുടെയും ആ ക്യാമറാമാന്റെയും പഴക്കം കാണിക്കുന്ന വിധം വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചിരുന്ന ക്യാമറകളോ മറ്റോ ഷെൽഫിൽ ഇരിക്കുന്നതായും കൂടാതെ സിനിമാ നടി ശോഭനയുടെ ആദ്യകാലങ്ങളിലുള്ള ഫോട്ടോയും അവിടെ കൊടുത്തിരിക്കുന്നതായും കാണാം. ഇനിയുള്ളത് 2 പ്രെഡിക്ഷൻസ് ആണ്. അതിലൊന്നാമത്തത് മിക്കവാറും രവി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന തോമ എന്ന വ്യക്തി രവി തന്നെയാകും. അതിന് കാരണം രവി മൂന്നാമത്തെ എപ്പിസോഡിൽ വെച്ച് പറയുന്നുണ്ട് തന്നെ ഒരു ഓർഫനേജിൽ നിന്നും ദത്തെടുത്തതാണെന്ന്. തോമയുടെ കേസ് നടക്കുന്ന സമയം താൻ ഇല്ലായിരുന്നുവെന്നും പിന്നീടാണ് തന്നെ ദത്തെടുത്തതെന്നും. കൂടാതെ ഒന്നാമത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്നുണ്ട് രവിയുടെ അച്ഛൻ വേണുവിന് വെള്ളം പേടിയായിരുന്നുവെന്ന്. രവി വെള്ളത്തിൽ പോയിരിക്കുന്ന ഒരു സീനിൽ അച്ഛൻ വെള്ളത്തിലിറങ്ങി രക്ഷിക്കാതെ ആളുകളെ വിളിച്ചുകൂട്ടി രക്ഷിക്കുന്നതായും മറ്റും കാണിക്കുന്നുണ്ട്. സോ ഒന്നാമത്തെ എപ്പിസോഡിൽ തന്നെ രവിയുടെ അച്ഛൻ വേണു തോമയുടെ ഒരു ഡ്രസ്സ് വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുത്തുവെന്ന് പറയുന്നുണ്ട്. രവി തൻ്റെ അച്ഛന് വെള്ളം പേടിയായിരുന്നുവെന്നും പറയുന്നുണ്ട്. സോ തോമയുടെ ഡ്രസ്സ് വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന സമയം രവിയുടെ അച്ഛന് രവിയെ കിട്ടിയിട്ടില്ല, പിന്നീടാണ് ഓർഫനേജിൽ നിന്ന് ദത്തെടുക്കുന്നത്. സോ എനിക്ക് തോന്നുന്നത് രവിയുടെ അച്ഛൻ വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുത്തു എന്ന് പറയുന്ന കാര്യം ഒരുപക്ഷെ ശരിയായിരിക്കാം. കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുത്തതായിരിക്കാം. അതല്ല എങ്കിൽ തോമയെ വെള്ളത്തിൽ നിന്നും രവിയുടെ അച്ഛൻ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയിരിക്കാം. അതുകൊണ്ടായിരിക്കാം പിന്നീട് രവിയുടെ അച്ഛന് വെള്ളം പേടിയാകുന്നത്.
കൂടാതെ രവി എന്ന കഥാപാത്രത്തിന്റെ ഇടതുകൈ ഒടിഞ്ഞിരിക്കുന്നതായി കാണിക്കുന്നതിനും എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ അനൂകേനിയൻ എന്ന ആ ഒരു നടന് യഥാർത്ഥത്തിൽ ആക്സിഡന്റ് സംഭവിക്കുകയോ എന്തെങ്കിലും ഒരു ഒടിവോ മറ്റോ സംഭവിച്ചത് കൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്നതാകാം. എങ്കിലും എനിക്ക് തോന്നിയത് അത് അങ്ങനെയല്ല. ഈ ഒരു സീരീസിൽ ആ ഒരു കൈ ഒടിഞ്ഞതിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ സീരീസിന്റെ അവസാനം എത്തുമ്പോൾ ആ കൈ കുറച്ചുകൂടി ഭേദമായതായി കാണിച്ചിട്ടുണ്ട്. സോ വരും എപ്പിസോഡുകളിൽ അത് പൂർണ്ണമായും ഭേദമായതായിട്ട് കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ആ കൈ ഒടിഞ്ഞതായി കാണിച്ചത് അല്ലെങ്കിൽ കൈ മറച്ചു വെച്ചിരിക്കുന്നതായി കാണിച്ചതിന് എന്തെങ്കിലും ഒരു കാരണം കാണാം. ഒരു പച്ച കുത്തിയതോ മറ്റോ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് അവസാനം വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊരു ചാൻസ് മാത്രമാണ് പറയുന്നത്, ഉറപ്പിച്ച് പറയുകയല്ല. കാരണം രവി തോമയാകാതിരിക്കാനും ഒരുപാട് ചാൻസുകളുണ്ട്. കാരണം മേരി എന്ന കഥാപാത്രം പറയുന്നുണ്ട് തോമ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കേണ്ട പ്രായമാണെന്ന്. പക്ഷേ രവിക്ക് അതിലും കൂടുതൽ പ്രായമുള്ളതായിട്ടാണ് തോന്നുന്നത്. കൂടാതെ ഹാജിയാർ എന്ന കഥാപാത്രം തോമയ്ക്ക് എന്തോ വൈകല്യമുള്ളതായി, കാലിന് വൈകല്യമുള്ളതായി പറയുന്നുണ്ട്. രവിക്ക് അതുള്ളതായി കാണിച്ചിട്ടുമില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ രവി തോമയാകാതിരിക്കാനും ചാൻസുകൾ വളരെയധികമുണ്ട്. സോ പിന്നീട് ഈ ഓർഫനേജിന്റെ കാര്യം പറയുന്നതും ഈ കൈ മറച്ചു വെച്ചിരിക്കുന്നതുമെല്ലാം ഒരുപക്ഷെ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയായിരിക്കാം. ഇങ്ങനെ ഓർഫനേജിന്റെ കാര്യമെല്ലാം പറയുമ്പോൾ രവി തോമയാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് അത്തരത്തിൽ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുമാകാം. സോ രവി തന്നെയാകുമോ തോമ, അതോ സീരീസിൽ ഓൾറെഡി തന്നെ കാണിച്ചു പോയിട്ടുള്ള മറ്റേതെങ്കിലും കഥാപാത്രമായിട്ട് വരുമോ? എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള മറ്റൊരു കാര്യം, ആ സ്റ്റുഡിയോയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫോട്ടോകൾ രവി നോക്കുന്ന സമയത്ത് ദിവാകരൻ എന്ന ആളുടെ കൂടെ മറ്റൊരാൾ നിൽക്കുന്ന പോലെയുള്ള ചിത്രം കാണുന്നുണ്ട്. ഇയാൾ ഒരു കുട്ടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റൊരു ചിത്രവും കാണിച്ചിട്ടുണ്ട്. അതാരാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മിക്കവാറും അഗസ്റ്റിൻ എന്ന പോലീസുകാരനായിരിക്കാം. കാരണം ഈ അഗസ്റ്റിൻ എന്ന പോലീസുകാരൻ ദിവാകരൻ ഉൾപ്പെട്ട കേസിൽ കൈക്കൂലിയും മറ്റും വാങ്ങിയാണ് തോട്ടവും മറ്റും ഉണ്ടാക്കിയതെന്ന് ജോമോൻ രവിയോട് പറയുന്നുണ്ട്. സോ ഈ ദിവാകരനുമായി അഗസ്റ്റിൻ എന്ന പോലീസുകാരനുള്ള അടുപ്പം കാണിക്കുന്ന വിധമാകാം, 10-27 വർഷം മുന്നേയുള്ള ആ അടുപ്പം കാണിക്കുന്ന വിധമാകാം ഈ ഫോട്ടോ ഇവിടെ കൊടുത്തത്. വരും എപ്പിസോഡുകളിലായിരിക്കാം ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത്. സോ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളും എന്റെ തോന്നൽ മാത്രമാണ്, ശരിയാകണമെന്നില്ല. സോ ഇനി എനിക്ക് ഈ 3 എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അരോചകമായി തോന്നിയ ഒരു കാര്യം കൂടി പറയാം. അതായത് കരിക്കും മറ്റ് ചാനലുകളുമെല്ലാം മിക്കപ്പോഴും പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. കരിക്ക് അത് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാനും ശ്രമിക്കാറുണ്ട്. കൂടുതലും കോമഡി എപ്പിസോഡുകൾ കരിക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലെല്ലാം മനോഹരമായി തന്നെ അവർ പ്രൊമോഷൻസ് കയറ്റാറുണ്ട്. എന്നാൽ സീരിയസ് ആയിട്ട് വരുന്ന എപ്പിസോഡുകളുടെ ഇടയിൽ ഇത്തരം പ്രൊമോഷൻസ് വരുമ്പോൾ അത് കുറച്ച് ബോറാകാറുണ്ട്. പ്രത്യേകിച്ചും ഇത്തരമൊരു മിസ്റ്ററി ടൈപ്പ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിലുള്ള കഥയാകുമ്പോൾ. അതായത് രണ്ടാമത്തെ എപ്പിസോഡിൽ രവി ആ കഥാപാത്രത്തിനോട് താൻ എന്ത് ചെയ്യുകയാണ്, പഠിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഞാൻ കോഴ്സ് ചെയ്യുകയാണ്, എൻട്രി എലിവേറ്റ് ആപ്പിന്റെ കോഴ്സാണ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ വരെ അത് ആ ഒരു സീനുമായി ഒത്തുപോകുന്നത് പോലെയാണ് കാണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അയാൾ ആ കോഴ്സിന്റെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു വന്നപ്പോൾ അത് കുറച്ച് ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഈ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വരും എപ്പിസോഡുകൾ വരുന്ന സമയം അതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.